ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിലെ നല്ലൊരു റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മുടെ എന്താണ് അമലുവിന്റെയും വേലുവിന്റെയും വിവാഹശേഷം അവര് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കാട്ടോ. അപ്പൊ കിരണും രതീഷൊക്കെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ അമലുവിന്റെ അമ്മക്ക് ഭയങ്കര സന്തോഷമാവാട്ടോ. കല്യാണടുത്തും കിരണിന്റെ അടുത്തും ഒരുപാട് നന്ദി പറയാണ്. നിങ്ങളുടെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. മൂപ്പ മരിച്ചതിന് ശേഷം ഇവരുടെ വിവാഹം അതിനെക്കുറിച്ച് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു പോലും ഇല്ല. ഒരു കണക്കിന് ഇവർ ചേരേണ്ടത് ഈ സമയത്ത് തന്നെയാണ്. കാരണം ഇനി കാടും കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് വേലുവാണല്ലോ. അതുകൊണ്ട് ഇവിടെ വിവാഹം കഴിഞ്ഞത് എന്തുകൊണ്ടും നന്നായി. കിരൺ പറയണ്ട്, അതെ ഇന്നിപ്പോ കാട്ടിലേക്ക് പോവാണെന്ന് പറഞ്ഞല്ലോ, ഇന്ന് തന്നെ പോണോ നാളെ പോയാ പോരെ എന്ന് ചോദിക്കാണ്. വേലി പറയണ്ട്, സാറേ ഇന്ന് പോണതായിരുന്നു നല്ലത്. കല്യാണി പറഞ്ഞ എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനിയിപ്പോ നാളെ പോകാം. ഇന്നിപ്പോ ഇത്രയും യാത്ര ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ല. ഇപ്പൊ ഞങ്ങൾക്ക് നല്ലൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവാം. അതിനുശേഷം നാളെ രാവിലെ തന്നെ കിരണേട്ടൻ കൊണ്ട് കാട്ടിലേക്ക് ആക്കിക്കോളും, ഞാനും വരാം എന്ന് കല്യാണി പറയാണ്. ശരി എന്ന് പറഞ്ഞിട്ട് അവരെല്ലാരും കൂടി ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണമൊക്കെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണവും സദ്യയൊക്കെ കഴിക്കാട്ടോ. അതിന് പിന്നീട് എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടാണ് നമ്മുടെ ലക്ഷ്മിയമ്മയുടെ വീട്ടിലേക്ക് വരുന്നത്. ആ സമയത്ത് നമ്മുടെ എന്താണ് ദിലീപും അതുപോലെ തന്നെ കാർത്തികയും പറയുന്നുണ്ട്, കല്യാണി എങ്കിൽ ഞങ്ങൾ പോയിക്കോട്ടെ, വീട്ടിലെ ദിലീപേട്ടന്റെ അമ്മ ഒറ്റക്കാണ്, ആകെ പേടിച്ചിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവാ. ശരി ചേച്ചി, എന്നാ നമുക്ക് കാണാം. അതെ, അമലോടുത്ത് വേണ്ടി പറയണ്ട്, പിന്നെ ഒരിക്കൽ കൂടി ബെസ്റ്റ് ഓഫ് ലക്ക് കേട്ടോ. നിങ്ങളുടെ കല്യാണത്തിന് എന്തായാലും കാട്ടിൽ വെച്ച് നടത്തുന്ന കല്യാണത്തിന് എന്തായാലും ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ട്. ദിലീപേട്ട ആ ഗിഫ്റ്റ്, ഞാനത് മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് ദിലീപ് വണ്ടിയിൽ നിന്ന് ഒരു വലിയൊരു കവർ എടുക്കാട്ടോ. ഇതെന്താ എന്ന് വേലു ചോദിക്കുമ്പോ, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചൊരു സമ്മാനമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർത്തിക ആ ഒരു ബോക്സ് തുറക്കുവാണ്. അതില് നല്ല വിലപിടിപ്പുള്ള നല്ലൊരു ഗോൾഡ് മാലയാട്ടോ, നല്ലൊരു നെക്ലസ് ആണ് അമലുവിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു കൈച്ചേൻ, അത് വേലുവിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കാണുമ്പോഴേക്കും വേലും അതുപോലെ തന്നെ അമലും പറയുന്നുണ്ട്, അയ്യോ ഇപ്പൊ തന്നെ ഒരുപാട് സ്വർണ്ണമായി, അതിന്റെ കൂട്ടത്തിൽ ഇതും കൂടി വേണ്ടായിരുന്നുവല്ലോ എന്ന് പറയുമ്പോഴേക്കും കാർത്തികയും അതുപോലെ തന്നെ ദിലീപും പറഞ്ഞു, അങ്ങനെ പറഞ്ഞുകൂടാ, വിവാഹത്തിന് ഗിഫ്റ്റ് തരാനുള്ള അവകാശം ഞങ്ങൾക്കുള്ളതാണ്, കാണാൻ വരുന്നവർക്കുള്ളതാണ്, അത് വേണ്ടെന്നും പറഞ്ഞുകൂടാ, സന്തോഷത്തോടെ വാങ്ങിക്കുകയാണ് വേണ്ടത്. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് എടുത്തു വെക്കാലോ, നാളൊരു സമയത്ത് നിങ്ങൾക്ക് കുഞ്ഞും കുട്ടികളൊക്കെ ആകുമ്പോഴേക്കും ആ സമയത്തൊക്കെ ഇത് ഉപയോഗിക്കാലോ അവരുടെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ സ്വർണ്ണം എന്ന് പറയുന്നത് എപ്പോഴും ഒരു അസറ്റ് തന്നെയാണ്. അതുകൊണ്ട് രണ്ടുപേരും കൈനീട്ടി വാങ്ങിക്കുക എന്ന് പറയാണ്. രണ്ടുപേരും കൂടി ആ ഗിഫ്റ്റ് വാങ്ങിക്കുന്നുണ്ട്. ആ സമയത്ത് കിരണും കല്യാണിയും വരുന്നുണ്ട്. ഞങ്ങളുടെ വകയും ഒരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. അയ്യോ കല്യാണി ചേച്ചി ഇത്രയും സ്വർണം തന്നെ തന്നു, ഇനി എന്താ? അതെ, ഞങ്ങൾ തരാൻ പോണത് സ്വർണ്ണം ഒന്നല്ല, കുറച്ച് പൈസയാണ്. അവിടെ പോകുമ്പോ നിങ്ങളുടെ കല്യാണത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെറിയൊരു ചെലവാകുമല്ലോ, പിന്നെ ബാക്കി ചെലവൊക്കെ ഞാനും കിരണേട്ടനും കൂടി അവിടെ വന്ന് നടത്തി തന്നോളാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസ അവരുടെ കയ്യിലേക്കും മൂപ്പത്തിന്റെ കയ്യിലേക്കും കൊടുക്കാണ്. അങ്ങനെ നമ്മുടെ അമലൂനും അതുപോലെ തന്നെ വേലൂനും ഒരുപാട് ഗിഫ്റ്റുകൾ എല്ലാവരും കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് കാർത്തികും ദിലീപും പറയുന്നുണ്ട്, എന്നാൽ ഞങ്ങൾ ഇനി യാത്ര പറയുന്നില്ല, ഞങ്ങൾ ഇന്ന് ഇറങ്ങുവാണ് കേട്ടോ എന്ന് പറയാണ്. കല്യാണി കാർത്തികിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കാണ്. ദിലീപും പറയുന്നുണ്ട്, അല്ലാത്ത യാത്ര പറയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് സമാധാനത്തോട് കൊടുത്തിന് അവിടെ നിന്ന് പോവാട്ടോ. ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, എന്തൊരു സമാധാനമാണ് ഇപ്പോഴല്ലേ, ആ ഗംഗപ്രസാദ് എപ്പോ വരുമെന്ന് അറിയില്ല, അവനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആകെ പേടി മാത്രമേ ഉള്ളൂ, അവനൊന്ന് മരിച്ചിരുന്നെങ്കിൽ എത്ര സന്തോഷത്തോടെ നമുക്ക് എല്ലാവർക്കും ജീവിക്കായിരുന്നു അല്ലേ മോളെ എന്ന് കല്യാണി എടുത്ത് ലക്ഷ്മിയമ്മ പറയുമ്പോഴേക്കും കിരൺ പറയണ്ടേ, ലക്ഷ്മിയമ്മേ ഇനി ലക്ഷ്മിയമ്മ പേടിക്കൊന്നും വേണ്ട, ഇനി നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാം. അതെന്താ മോനെ നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഗംഗപ്രസാദ് വരില്ലെന്ന് നിനക്ക് അത്ര ഉറപ്പുണ്ടോ? അതല്ല ലക്ഷ്മിയമ്മേ, ഗംഗപ്രസാദ് മരിക്കുന്നതിന് തുല്യമായിട്ട് കണ്ടിരുന്ന ഒരു കാര്യമാണല്ലോ കാർത്തികയുടെ വിവാഹം. ഇപ്പൊ എന്തായാലും കാർത്തികയുടെ വിവാഹം കഴിഞ്ഞു, അപ്പൊ ആ സ്ഥിതിക്ക് ഇനി അവൻ വരില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കല്യാണി പറയാൻ പറ്റില്ല കിരണേട്ടാ, ഇനി എന്തെങ്കിലും വലിയ ഗൂഢാലോചന നടത്തി വരാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിലോ? കല്യാണി നീ അങ്ങനെ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കണ്ട, അവൻ വരില്ലെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത്. വല്ല പൊത്തിലോ മാടത്തിലോ പോയി ഒളിച്ചു കാണുമായിരിക്കും, അല്ലെങ്കിൽ അവൻ എവിടെയെങ്കിലും പോയി മരിച്ചു കാണുമായിരിക്കും. കാരണം ഇത്രമാത്രം ക്രൂരത ചെയ്ത ഒരാളല്ലേ, അതുകൊണ്ട് പറയാൻ പറ്റില്ല, എവിടെയെങ്കിലും അനാഥ ശവം പോലെ മരിച്ചു കിടക്കുന്നുണ്ടാകും എന്നൊക്കെ പറയണം. അപ്പൊ രതീഷ് വേണ്ട, അതെ അതെ, അവന്റെ അന്ത്യം മിക്കവാറും അങ്ങനെ തന്നെയായിരിക്കും, അനാഥ ശവം പോലെ, ആരും ചടങ്ങുകളും കാര്യങ്ങളും ചെയ്യാനില്ലാതെ മരിച്ച് മണ്ണടിയ. അവന്റെ അച്ഛന്റെ ചിതാഭസ്മം ഒന്ന് ദഹിപ്പിക്കാൻ പോലും സമ്മതിക്കാത്തവനല്ലേ അവൻ. അപ്പൊ അവന്റെ മരണം അങ്ങനെ തന്നെയായിരിക്കും ലക്ഷ്മിയമ്മ എന്ന് രതീഷും പറയണം. അതിനുശേഷം നമ്മൾ അമലും വേലും കൂടി
പുറപ്പെടാൻ വേണ്ടി തുടങ്ങാട്ടോ കാട്ടിലേക്ക്. കിരൺ പറയുന്നുണ്ട്, കല്യാണി നീ ഇന്ന് ഇവിടെ നിൽക്ക്, ഞാൻ ഇവരെ കൊണ്ടാക്കിയിട്ട് വരാം, ഞാനും കൂടി വരണം കിരണേട്ട എന്ന് കല്യാണി പറയുമ്പോ, വേണ്ട കല്യാണി, ഇവരുടെ കല്യാണം അടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ, ആ സമയത്ത് നമുക്ക് അങ്ങോട്ടേക്ക് എല്ലാവരായിട്ട് പോകാം, ഒരു ട്രിപ്പും കൂടി ആകുമല്ലോ എന്ന് പറയാണ്. അങ്ങനെ നമ്മൾ അമലും വേലും കൂടി തിരിച്ച് അവരങ്ങനെ കാട്ടിലേക്ക് പോവാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സ്റ്റെഫീനെയാണ് കേട്ടോ. അങ്ങനെ സ്റ്റെഫി ജയിലിൽ കിടക്കുന്ന ആ പുള്ളിക്കാരത്തി ഉണ്ടല്ലോ, സ്റ്റെഫിയുടെ കൂടെ തന്നെ കിടക്കുന്ന ആ ഒരു സെല്ലിൽ കിടക്കുന്ന ആ പുള്ളിക്കാരത്തി ചോദിക്കുന്നുണ്ട് സ്റ്റെഫി എടുത്ത്, അല്ല നിനക്ക് ഉടനെ തന്നെ പരോള് കിട്ടുമെന്നൊക്കെയാണല്ലോ അറിയാൻ കഴിഞ്ഞത്. ആ അതെ, കുറെ നാളായല്ലോ ഇതിനുള്ളിൽ കിടക്കുന്നത്, പരോള് കിട്ടേണ്ട സമയമൊക്കെ നേരത്തെ കഴിഞ്ഞു. ഇവിടത്തെ വാർഡനും കാര്യങ്ങൾക്കൊക്കെ എന്നെ ഭയങ്കര കാര്യമുണ്ട്, പരോള് മനഃപൂർവ്വം തരാതിരിക്കായിരുന്നു. ഇനി എന്തായാലും പരോള് തരാതിരിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടത്തെ അന്വേഷണത്തിന് വേണ്ടിയിട്ട് മുകളിൽ നിന്നിട്ട് ഏതോ ഒരു ഉദ്യോഗസ്ഥൻ വന്നല്ലോ, അപ്പൊ ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചായിരുന്നു. അയാൾ നോക്കിയിട്ടായിരിക്കും പരോൾ അനുവദിച്ചത്. എടി, പരോള് കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് തന്നെ വരുമോ, അതോ ആ വഴി നീ എവിടെയെങ്കിലും പോകുമോ? ഞാൻ ഇവിടെ വന്നില്ലെങ്കിൽ എന്താ നിനക്ക് ചോറിറങ്ങില്ലേ? അയ്യോ, നീ വന്നില്ലെങ്കിൽ സമാധാനേ ഉള്ളൂ. അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, നീ ഇവിടെ വരൂ. അത് നീ നിന്റെ ഒരു കാമുകനുണ്ടല്ലോ ഗംഗപ്രസാദ്, അവനെ കുറിച്ച് ഇപ്പൊ ഒരു അറിവില്ലല്ലോ, അത് അവനെ വിവാഹം കഴിച്ച് ഈ നാട്ടിൽ തന്നെ പറവറക്കോന്ന് അറിയില്ലല്ലോ. അതെ, അങ്ങനെ പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ നാട്ടിൽ നിന്ന് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ കിളവി, അവനെ ഉപദ്രവിച്ച് അവന്റെ രണ്ടാനമ്മേനെയും അതുപോലെ മോളെയും കുറിച്ചിട്ട് അവരില്ലാതാക്കിയിട്ട് മാത്രമേ അവൻ ഈ നാട്ടിൽ നിന്ന് തിരിച്ചു പോവുള്ളൂ. പിന്നെ ഞാൻ തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റെഫി അവിടെ ഇരിക്കുന്ന സമയത്താണ് വാർഡൻ അവിടേക്ക് വരുന്നത് കേട്ടോ. അയാൾ കയ്യിൽ കീയൊക്കെ ആയിട്ടാണ് വരുന്നത്. അതിനുശേഷം ലോക്ക് തുറക്കുന്നുണ്ട്. സ്റ്റെഫി എടുത്ത് പറഞ്ഞിട്ട്, എടി സ്റ്റെഫി ഇറങ്ങി വാടി ഇങ്ങോട്ട് എന്ന് പറയാണ്. എന്താ സാറേ ചോദിക്കുമ്പോ, അല്ല കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു വലിയൊരു ഉദ്യോഗസ്ഥൻ വന്നിരുന്നല്ലോ, നിങ്ങളുടെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട്. നിങ്ങളെ ഉപദ്രവിക്കുന്നുണ്ടോ, നിങ്ങൾ ഇതിന് പണി കൂടുതൽ എടുപ്പിക്കുന്നുണ്ടോ, ഭക്ഷണം തരുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ വന്നിരുന്നല്ലോ. അപ്പൊ നീ അയാളുടെ മുമ്പ് വിളിച്ചു പോവുകയല്ലോ, നിനക്ക് പരോളിലുള്ള സമയമായിട്ട് പോലും ഞങ്ങൾ തരുന്നില്ലെന്ന്. അതിന്റെ ഭാഗമായിട്ട് നിനക്ക് പരോള് കിട്ടിയിട്ടുണ്ട്, ഇറങ്ങി വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് വിളിക്കാണ്. സ്റ്റെഫിക്ക് സന്തോഷമാവാട്ടോ. സ്റ്റെഫി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അതിനുശേഷം അവിടെ പോയിട്ട് ഒപ്പിടുവാണ്. ഒപ്പിട്ട് കഴിയുമ്പോഴേക്കും വാർഡൻ പറയുന്നുണ്ട്, അതെ പരോൾ അറിയാലോ എത്ര ദിവസം ഉണ്ടെന്ന്, ആ ദിവസങ്ങൾ കഴിയുമ്പോൾ തിരിച്ചിങ്ങോട്ടേക്ക് വന്നിരിക്കണം. അല്ല നിന്നെ അന്വേഷിച്ച് ഞങ്ങൾക്ക് അങ്ങോട്ട് വരേണ്ടി വരുമോ എന്ന് പറയുമ്പോഴേക്കും, എനിക്ക് അങ്ങനെ ഇവിടുന്ന് മുങ്ങേണ്ട കാര്യമൊന്നുമില്ല. അല്ല നിന്റെ ഒരു കാമുകനുണ്ടല്ലോ, ഭയങ്കര കൊലയാളി, കുപ്രസിദ്ധ കൊലയാളിക്കാരൻ, അവനെങ്ങാനും അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നീ അവന്റെ കൂടെ അവിടെ എങ്ങാനും ഒളിച്ചോടി പോയി കല്യാണം കഴിച്ച് നിങ്ങൾ ഈ നാട് വിട്ടു പോകുന്നു പറയാൻ പറ്റില്ലല്ലോ. അല്ല മണ്ണുണ്ടാക്കി അതിന്റെ ഉള്ളിൽ കൂടി ദ്വാരമുണ്ടാക്കി പോകുന്ന ആൾക്കാരാണല്ലോ നിങ്ങള്, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ എന്ന് പോലീസ് പറയുമ്പോഴേക്കും സ്റ്റെഫി പറഞ്ഞിട്ട്, സാറെന്താ എന്നെ കളിയാക്കുവാണോ, മാറി നിൽക്ക് അവിടുന്ന് എന്ന് പറഞ്ഞിട്ട് സ്റ്റെഫി അവിടുന്ന് പോകുവാട്ടോ. പരോളിന് ഇറങ്ങാണ്. ശേഷം നാട്ടിലെത്തുന്നുണ്ട് സ്റ്റെഫി. നാട്ടിലെത്തിയിട്ട് നമ്മുടെ ഗംഗപ്രസാദിനെ കുറിച്ചിട്ട് ആദ്യം അന്വേഷിക്കുന്നത്. അപ്പൊ ഗംഗയുടെ കൂട്ടുകാരുണ്ടല്ലോ മറ്റു രണ്ട് ഗുണ്ടകള്, അവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട്, ഇങ്ങനെ കാർത്തികയുടെ വിവാഹം നടന്നായിരുന്നു, ആ സമയത്ത് അവിടെ നമ്മുടെ ഗംഗ പോയായിരുന്നു, അതിനുശേഷം ഗംഗനെ കാണാതായെന്നൊക്കെ അവര് പറയുമ്പോഴേക്കും സ്റ്റെഫിക്ക് ഏകദേശം കാര്യം മനസ്സിലായി. ഇനി ഗംഗക്ക് എന്ത് സംഭവിച്ചു നോക്കിട്ട് സ്റ്റെഫി ഒരു പരാതി കൊടുക്കുകയാണ് ഗംഗനെ കാണാനില്ലെന്ന്. അതിന്റെ ഭാഗമായിട്ടാണ് കിരണിനെ അന്വേഷിച്ച് പോലീസുകാരൊക്കെ അവിടേക്ക് വരുന്നത് കേട്ടോ. അത് മാത്രല്ല, ഇപ്പോ നമ്മുടെ സ്റ്റെഫിക്ക് കൂട്ടായിട്ട് സരയും പുറത്തു തന്നെ ഉണ്ടല്ലോ. കാരണം സരയുവിന് ഭയങ്കര ആഗ്രഹമാണ് ഒരാൾ കൂട്ടുകിടന്ന്, സരയുവിനെ പറ്റിയ കൂട്ട് തന്നെയാണ് സ്റ്റെഫി. അങ്ങനെ സരയു ജയിലിൽ പോകുമ്പോഴേക്കും നമ്മുടെ സ്റ്റെഫി ഇങ്ങനെ റിലീസായ കാര്യം, അല്ലെ പരോളിൽ പോയ കാര്യം രാഹുൽ പറയാണ്. അങ്ങനെ സ്റ്റെഫി ആയിട്ട് കൂട്ടുകൂടാൻ വേണ്ടി സരയു പോകാണ്. എന്തിനാണ്, കല്യാണിനെ ഇല്ലാതാക്കാൻ വേണ്ടി. എന്തായാലും അങ്ങനത്തെ നല്ല അടിപൊളി ഭാഗമാണ് ഇനി അങ്ങോട്ട് വരാൻ പോണേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.